ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം ഞാൻ നമ്മുടെ ഡൈനിങ് ഹാളൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മുടെ മുറിയൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾ കണ്ടു കാണും. നമ്മൾ പകുതിയോളം പെയിൻ്റ് അടിച്ച് നിർത്തിയേക്കുവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഭാഗത്ത് നമ്മുടെ അലമാരയൊക്കെ കിടക്കുന്നതുകൊണ്ട് അവിടെ അടിക്കാൻ പറ്റിയില്ല. നമുക്കത് തന്നെ മാറ്റാൻ പറ്റിയല്ലോ. അപ്പോൾ ഇന്ന് തച്ചുകൂട്ടൻ ഒന്ന് മാറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ ഇന്ന് ആ ഭാഗമൊക്കെ ഒന്ന് അടിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. നമ്മുടെ ചാനൽ കാണുന്ന പകുതി പേരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ഓൾ എന്നൊരു ഓപ്ഷനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. എങ്കിലും ഞാനിടുന്ന വീഡിയോസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാവേ. അപ്പോൾ ഈ മുറിയിലാണ് കേട്ടോ ഞാനും നന്ദുക്കുട്ടനും കിടക്കുന്നത്. ഈ മുറിയാണ് നമ്മൾ ഇന്നലെ പെയിൻ്റ് അടിച്ചത്. ഇനിയിപ്പോൾ ആ ഷെൽഫിൻ്റെ സൈഡൊക്കെ കുറച്ചൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അതുപോലെ ഈ ഒരു വശത്ത് നമുക്ക് ആ ബ്ലാക്ക് കളറോടെ ഒന്ന് ശരിയാക്കാനുണ്ട് കേട്ടോ. ബാക്കി നമ്മൾ ഭിത്തിയൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഭിത്തിയുടെ സൈഡൊക്കെ കുറച്ച് പെയിൻ്റൊക്കെ കയറി പോയിട്ടുണ്ട്. അതൊക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഡൈനിങ് ഹാളാണ് കേട്ടോ. ഡൈനിങ് ഹാളിൻ്റെ പകുതി ഭാഗത്തോളം നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഈ ഭാഗമൊക്കെ ക്ലിയർ ആക്കിയതാണ്. അതുപോലെ ജനലിൻ്റെ അതിൽ കൂടെയൊക്കെ കുറച്ച് ഒലിച്ച് വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമുക്കൊന്ന് വേസ്റ്റൊക്കെ വെച്ചൊന്ന് തൂത്ത് കളഞ്ഞാൽ ശരിയാവുന്നേ ഉള്ളൂ. നമ്മളിവിടം വരെയാണ് അടിച്ചേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് അടിക്കാനുണ്ട് കേട്ടോ. അവിടെയായിരുന്നു നമ്മുടെ അലമാരി കിടന്നായിരുന്നേ. അപ്പോൾ അലമാരി നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് തന്നെ പറ്റി തരാത്തതുകൊണ്ട് ഞാനും അച്ചുകൂട്ടിനോട് കൂടിയാണ് മാറ്റിയത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ കാണുന്ന ഒരു ഭാഗം വരെ പെയിൻ്റ് അടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പെയിൻറ്റ് കുറച്ചുകൂടെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ചുകൂടെ പെയിൻറ്റ് ഒഴിക്കുവാണേ. പെയിൻറ്റ് ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി ആ ചുവട്ട് കുറച്ച് ഭാഗത്തോടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ വീട്ടിൽ പേരൻസിനെയൊക്കെ സഹായിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രഷ് വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നന്ദുക്കുട്ടൻ രാവിലെ കാപ്പി കുടിക്കാൻ വേണ്ടി ഞാൻ ഫോൺ ചെറിയൊരു സ്റ്റാൻഡ് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നന്ദുക്കുട്ടൻ കാപ്പി പിടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവൻ ഫോണെടുത്ത് പിടിച്ചിട്ടുണ്ട്. ബാക്കി പുള്ളിയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത്ര നേരം നമ്മൾ ഫ്രണ്ട് ക്യാമറ കൂടെയാണ് കണ്ടോണ്ടിരുന്നത് കേട്ടോ. കുറച്ചൊക്കെ കഥകൾ കൂടെ കയറി പറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ ലാസ്റ്റ് ചെറിയൊരു വേസ്റ്റ് തുണി വെച്ച് തൂത്ത് കളഞ്ഞാൽ പൊക്കോളും. തുണി നനച്ച് തൂത്താൽ മതി. അപ്പോൾ നമ്മൾ ഏകദേശം വീടിൻ്റെ പകുതി മുറികളോളം തന്നെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മൾ ഈ ഒരു ഹാളിലൂടെ തീരുവാണെങ്കിൽ ഇനി 2 മുറികളിലൂടെ പെയിൻ്റ് അടിക്കാനുള്ളൂ. അപ്പോൾ നമ്മുടെ ഡൈനിങ് ഹാളിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. സൈഡിലൊക്കെ ഇനി പെയിൻ്റ് ഉണങ്ങാനുണ്ടേ. ഇനി നമുക്ക് ഈ ഫോട്ടോ ഒന്ന് സെറ്റാക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതൊരിക്കൽ എല്ലാവർക്കും ബൈ.